Hi students, welcome back to Social Science Classroom. We are discussing 9th chapter Gandhiji and Freedom Struggle. In the chapter we already discussed about the early movement of Gandhiji and Gandhiji's attempt towards the civil rights. Then Khilafat movement, Malabar rebellion, Chauri Chaura, Vaikam Satyagraha, etc. Ready? May I ask one question from previous class? Okay. The date at which, the year at which Chauri Chaura incident happened. The year at which Chauri Chaura incident happened. Which year? Yes, 1922. The year 1922. Okay. Then today let's go to next subheading. A pinch of salt challenges an empire. A pinch of salt challenges an empire. ഒരു നുള്ളു ഉപ്പ് ഒരു സാമ്രാജ്യത്തെ പിടിച്ചു കുലുക്കുന്നു. ഒരു നുള്ളു ഉപ്പ് ഒരു സാമ്രാജ്യത്തിന് വെല്ലുവിളിയാകുന്നു എന്നുള്ളതാണ് ഹെഡിങ്. നോക്ക്, നമുക്ക് ചിത്രം നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും അല്ലേ. ഗാന്ധിജി നടത്തിയിട്ടുള്ള ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. Ready? Let us read it. The Congress session held at Lahore in 1929 decided to launch the civil disobedient movement under the leadership of Gandhiji. 1929 ലാഹോറിൽ നടന്ന കോൺഗ്രസിൻ്റെ സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് അഥവാ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ദ എയിം ഓഫ് ദ മൂവ്മെൻറ്റ് വാസ് ടു ഡിസൊബേ ദ അൺജസ്റ്റ് ലോസ് ഇമ്പോസ്ഡ് ബൈ ബ്രിട്ടീഷ് ഗവൺമെൻറ്. ആ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ ചുമത്തുന്ന അനീതി ഉളവാക്കുന്ന നിയമങ്ങളെ ബഹിഷ്കരിക്കുക, അത് അനുസരിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു ആ നിയമത്തിൻ്റെ ലക്ഷ്യം. ബ്രിട്ടീഷുകാർ ചുമത്തുന്ന നീതിപൂർവമല്ലാത്ത നിയമങ്ങളെ അനുസരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. ദ ഇന്ത്യൻസ് ഹാഡ് ടു പേ ടാക്സ് ഫോർ മേക്കിംഗ് സാൾട്ട്. ഇന്ത്യക്കാരെ ഉപ്പുണ്ടാക്കുന്നതിന് ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കണമായിരുന്നു. ഇന്ത്യക്കാരെ കടലിൽ നിന്ന് ഉപ്പ് കുറുക്കുന്നതിന് ബ്രിട്ടീഷുകാർക്ക് അന്ന് നികുതി കൊടുക്കണമായിരുന്നു. The doubling of salt tax by the British government fueled the wrath of the people. ഈ ഉപ്പിന്മേലുള്ള നികുതി ഇരട്ടിയാക്കിയത്, ബ്രിട്ടീഷുകാർ ഉപ്പിന്മേലുള്ള നികുതി സാൾട്ട് ടാക്സ് ഇരട്ടിയാക്കിയത് ജനങ്ങളുടെ രോഷം ആളിക്കത്തുന്നതിന് കാരണമായി. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ജനങ്ങളുടെ രോഷം ആളിക്കത്തുന്നതിന് ഉപ്പിന്മേലുള്ള നികുതി ഇരട്ടിപ്പിച്ചത് കാരണമായി. Gandhiji realized that salt can be used as a weapon to organize a stronger mass movement. അതോട് കൂടിയിട്ട് ഗാന്ധിജി ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഈ ഉപ്പിൻ്റെ വിഷയം വെച്ചുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ വളരെ ജനകീയമായ ഒരു സമര മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് ഗാന്ധിജി അവിടെ തിരിച്ചറിയുകയാണ്. കാരണം ഉപ്പ് എല്ലാ ജനങ്ങൾക്കും ആവശ്യമുള്ള, എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു നിത്യോപയോഗ സാധനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നികുതി ഇരട്ടിപ്പിക്കുമ്പോൾ അതിൻ്റെ വില കൂടുകയാണ്. അത് എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ സാൾട്ട് വെച്ചുകൊണ്ട്, ഈ ഉപ്പ് വെച്ചുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് ഗാന്ധിജി അതിനെ കണ്ടു. ദെൻ ഹി ഡിസൈഡഡ് ടു ഡിസൊബേ ദ സാൾട്ട് ലോ. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഈ നികുതി വർദ്ധിപ്പിച്ച, ഉപ്പിൻ്റെ നികുതി വർദ്ധിപ്പിച്ച ഈ നിയമത്തെ അദ്ദേഹം ബ്രേക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ആ നികുതി വർദ്ധിപ്പിച്ച തീരുമാനത്തിനെതിരെ അദ്ദേഹം ഉപ്പ് സത്യാഗ്രഹം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. ഓക്കെ. ഡിക്ലയറിംഗ് ദ സാൾട്ട് സത്യാഗ്രഹ, ഉപ്പ് സത്യാഗ്രഹ അദ്ദേഹം പ്രഖ്യാപിച്ചു. ഗാന്ധിജി സെഡ്, ഈ ഉപ്പ് സത്യാഗ്രഹ പ്രഖ്യാപിച്ചുകൊണ്ട് ഗാന്ധിജി പ്രഖ്യാപിച്ചത്, ഇതിന് മുകളിലൊരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ, ദണ്ഡി മാർച്ച്. എന്തായിരുന്നു ദണ്ഡി മാർച്ച്? നിങ്ങൾ കേട്ടിട്ടില്ലേ ഇതിനു മുമ്പ്? ദണ്ഡി മാർച്ച് എന്തായിരുന്നു? ഉപ്പ് കുറുക്കാൻ പാടില്ല എന്നുള്ള ബ്രിട്ടീഷുകാരുടെ നിയമത്തെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി, ഉപ്പ് കുറുക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ ഉപ്പെടുക്കുന്നതിന് വേണ്ടി ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് നടത്തിയ കാൽനട യാത്രയാണ് ദണ്ഡി മാർച്ച്.
ഓക്കെ, എൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് താഴെ പറയുന്നുണ്ട്. ദെൻ ഈ ഉപ്പ് സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഗാന്ധിജി പറഞ്ഞ വാക്ക് നമുക്ക് നോക്കാം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഐദർ ഐ ഷാൽ റിട്ടേൺ വിത്ത് വാട്ട് ഐ വാണ്ട് ഓർ മൈ ഡെഡ് ബോഡി വിൽ ഫ്ലോട്ട് ഇൻ ദ ഓഷ്യൻ. എന്താണ് പറഞ്ഞത്? ഒന്നെങ്കിൽ ഞാൻ ഉപ്പുമായിട്ട് തിരിച്ചു വരും. ഞാൻ ഉപ്പെടുക്കാനാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഞാൻ ഉപ്പുമായി തിരിച്ചു വരും. ഉപ്പ് കിട്ടിയിട്ടില്ലെങ്കിലോ എൻ്റെ ശവം അറബിക്കടലിൽ നീന്തിക്കളിക്കും, അഥവാ ഞാനവിടെ മരിച്ചിട്ടുണ്ടാകും എന്നാണ് പറഞ്ഞത്. ഒന്നെങ്കിൽ ഞാൻ ഉപ്പുമായിട്ട് തിരിച്ചു വരും, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഭാഗമായി മരണപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അഥവാ സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായിക്കൊണ്ടാണ് ഗാന്ധിജി എന്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്? ഉപ്പു സത്യാഗ്രഹത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. അക്കമ്പനീഡ് ബൈ 78 ഫോളോവേഴ്സ്, 78 അനുചരന്മാരോടൊപ്പമാണ് ഗാന്ധിജി പുറപ്പെട്ടത്. ഗാന്ധിജി സെറ്റ് ഔട്ട് ഫ്രം ദ സബർമതി ആശ്രം ആൻഡ് റീച്ച്ഡ് ദണ്ഡി ബീച്ച് ബൈ മാർച്ചിങ് 375 കിലോമീറ്റർ ഓൺ ഫുട്ട്. 375 കിലോമീറ്റർ കാൽനടയായി നടന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് എവിടേക്ക് പുറപ്പെട്ടത്? ദണ്ഡി കടപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 78 ആളുകളും കൂടിയിട്ട് പുറപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഗാന്ധിജിയും 78 അനുചരന്മാരും കൂടി സബർമതി ആശ്രമത്തിൽ നിന്ന് 375 കിലോമീറ്റർ കാൽനടയായി നടന്നുകൊണ്ടാണ് എവിടേക്ക് പുറപ്പെട്ടത്? ദണ്ഡി കടപ്പുറത്തേക്ക് പുറപ്പെട്ടത്. On 6 April 1930, he launched the civil disobedience movement by taking a handful of salt. 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഒരു കൈ നിറയെ ഉപ്പ് വാരിയെടുത്തുകൊണ്ട് അദ്ദേഹം നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കമിട്ടു. Movement by taking the salt came to symbolize the civil disobedience movement in the Indian freedom struggle. ഈ ഉപ്പ് എടുത്തതാണ് ഇന്ത്യയിലെ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഒരു സിമ്പലായി തന്നെ ഇന്ത്യൻ ചരിത്രത്തിൽ നിലനിൽക്കുന്നത്. ഓക്കെ, ഇവിടെ ഉണ്ട് ദണ്ഡി മാർച്ചിൻ്റെ ചിത്രമുണ്ട് അല്ലേ? അതുപോലെ തന്നെ ബ്രേക്കിംഗ് ഓഫ് സാൾട്ട് ലോ, ഉപ്പെടുക്കാൻ പാടില്ല എന്നുള്ള നിയമം ബ്രേക്ക് ചെയ്തുകൊണ്ട് ഗാന്ധിജി ഉപ്പ് കൈകൊണ്ട് വാരിയെടുക്കുന്ന ആ ചിത്രം അല്ലേ? അപ്പോൾ ആ നിയമത്തെ ലംഘിക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. കേരളൈറ്റ്സ് ഇൻ ദണ്ഡി മാർച്ച്, ഗാന്ധിജിയുടെ കൂടെ ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത കേരളക്കാരെങ്കിലും മലയാളികളാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് നോക്കാം. ഗാന്ധിജിയോടൊപ്പം ദണ്ഡി മാർച്ചിൽ പങ്കെടുത്ത മലയാളികൾ കേട്ടോ, നോക്കാം. സി കൃഷ്ണൻ നായർ, ടിറ്റൂസ്, ശങ്കരൻ എഴുത്തച്ഛൻ ആൻഡ് രാഘവ പൊതുവാൾ വേർ ദ കേരളൈറ്റ്സ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സാൾട്ട് സത്യാഗ്രഹ വിത്ത് ഗാന്ധിജി. ഈ പറഞ്ഞ 4 ആളുകളും എന്താണ്? ഗാന്ധിജിയോടൊപ്പം ദണ്ഡി മാർച്ചിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആളുകളാണ്. ഓക്കെ, ദെൻ ദ സിവിൽ ഡിസോബീഡിയൻ മൂവ്മെൻറ്റ് സ്പ്രെഡ് ഓൾ ഓവർ ദ ഇന്ത്യ. അതോടുകൂടി നിയമലംഘന പ്രസ്ഥാനം ഇന്ത്യയിലുടനീളം വ്യാപിക്കാൻ തുടങ്ങി. എല്ലായിടത്തും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമങ്ങളെ ഇന്ത്യക്കാർ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനക്കാരെ പരസ്യമായി ലംഘിക്കാൻ തുടങ്ങി. The movement in north-western region was led by Khan Abdul Ghaffar Khan. നോർത്ത് വെസ്റ്റേൺ, വടക്കു പടിഞ്ഞാറൻ മേഖലകളിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് അതല്ലെങ്കിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആയിരുന്നു. പോപ്പുലർലി നോൺ ആസ് ഫ്രോണ്ടിയർ ഗാന്ധി അല്ലെങ്കിൽ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് വടക്കു പടിഞ്ഞാറ് പ്രവിശ്യകളിലെ എന്തിന് നേതൃത്വം കൊടുത്തത്? സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റിന് നേതൃത്വം കൊടുത്തത്. സെവറൽ വുമൻസ് were also active in the movement under the leadership of സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിൽ ധാരാളം സ്ത്രീകളും ഈ നിയമ ലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പങ്കുകൊണ്ടിട്ടുണ്ടായിരുന്നു. The prominent leaders of Salt Satyagraha campaign in Kerala were K. Madhavan Nair and E. Moidu Maulavi. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ആളുകളായിരുന്നു ആരൊക്കെ?
കെ മാധവൻ നായരും അതുപോലെ തന്നെ ഇ മൊയ്തു മൗലവി ഒക്കെ അവർ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഗാന്ധിജിയോട് കൂടെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളികളെക്കുറിച്ചാണ് നേരത്തെ നമ്മൾ 4 ആളുകളെ പറഞ്ഞത്. ഇനി കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി ഒക്കെ. ദെൻ the major centers of salt satyagraha in Kerala were കോഴിക്കോട് ആൻഡ് പയ്യന്നൂർ ഇൻ കണ്ണൂർ. കണ്ണൂരിലുള്ള പയ്യന്നൂർ അതുപോലെ തന്നെ കോഴിക്കോടൊക്കെ ആയിരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രങ്ങൾ. ദ ബ്രേക്കിംഗ് ഓഫ് ദ സാൾട്ട് ലോ വാസ് ഓർഗനൈസ്ഡ് ഇൻ പയ്യന്നൂർ. പയ്യന്നൂരിൽ ഉപ്പ് നിയമം ലംഘിക്കുന്ന ഉപ്പ് നിയമലംഘനത്തിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയായിരുന്നു? കെ കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ. കെ കേളപ്പനായിരുന്നു എവിടെ നേതൃത്വം കൊടുത്തത്? പയ്യന്നൂരിൽ. ദ ബ്രേക്കിംഗ് ഓഫ് സാൾട്ട് ലോ വാസ് ഓർഗനൈസ്ഡ് ഇൻ പയ്യന്നൂർ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് കെ കേളപ്പൻ. പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനായിരുന്നു അല്ലേ? കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആളാണ് ആര്? കെ കേളപ്പൻ. അദ്ദേഹമാണ് പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. ദെൻ മുഹമ്മദ് അബ്ദുറഹിമാൻ ആൻഡ് പി കൃഷ്ണപിള്ള who led സാൾട്ട് സത്യാഗ്രഹ അറ്റ് കോഴിക്കോട്. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയായിരുന്നു? മുഹമ്മദ് അബ്ദുറഹിമാനും അതുപോലെ തന്നെ പി കൃഷ്ണപിള്ളയും ഒക്കെയായിരുന്നു കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. were injured in the police lathi charge. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത മുഹമ്മദ് അബ്ദുറഹിമാനും അതുപോലെ തന്നെ കൃഷ്ണപിള്ളയും ഒക്കെ എന്തായി? പോലീസ് ലാത്തി ചാർജിൽ പരിക്ക് പറ്റി അവർക്കൊക്കെ. ദ സാൾട്ട് സത്യാഗ്രഹ ഫാൻഡ് ദ ഫ്ലെയിംസ് ഓഫ് ഫ്രീഡം മൂവ്മെൻറ്റ് എമംഗ് ദ പീപ്പിൾ ഓഫ് കേരള. എന്താണ് ദ സാൾട്ട് സത്യാഗ്രഹ? ഉപ്പ് സത്യാഗ്രഹം കേരളത്തിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തോടുള്ള താല്പര്യം വളരെയധികം വർദ്ധിപ്പിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തോടുള്ള കേരളത്തിലെ ജനങ്ങളുടെ അടുപ്പവും താല്പര്യവും വളരെയധികം വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായകമായിട്ടുണ്ട്. കേരളത്തിൽ നടന്നിട്ടുള്ള ഉപ്പ് സത്യാഗ്രഹ സഹായകമായിട്ടുണ്ട്. ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡിസൈഡഡ് ടു സപ്രസ് സാൾട്ട് സത്യാഗ്രഹ ബൈ ഓൾ മീൻസ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ഉപ്പ് സത്യാഗ്രഹത്തെ പല രീതിയിലും എല്ലാ മാർഗത്തിലൂടെയും അടിച്ചമർത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. Thousands of people, including leaders like Gandhiji, Jawaharlal Nehru and Subhash Chandra Bose were arrested. പ്രമുഖ ലീഡേഴ്സ് ആയിരുന്ന ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ള നേതാക്കന്മാരൊക്കെ അന്നത്തെ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഡ്രമാറ്റൈസ് ദ മേജർ ഇവൻറ്റ്സ് ഓഫ് സാൾട്ട് സത്യാഗ്രഹ. സാൾട്ട് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാൻ അത് അവതരിപ്പിക്കാനാണ് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ എന്താണ്? Discuss the factors that prompted Gandhiji to adopt salt as a weapon for freedom struggle. സ്വാതന്ത്ര്യ സമരത്തിനുള്ള ഒരു ഉപകരണമായിട്ട് സാൾട്ട് സത്യാഗ്രഹത്തെ മാറ്റുന്നതിന് ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് എഴുതാനാണ്. ഓക്കെ, മുകളിലുള്ള പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്കതിന് പോയിന്റുകൾ കിട്ടും. ഓക്കെ, ദ നെക്സ്റ്റ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം എന്താണ്? The Gandhian principle of social reconstruction was also part of freedom movement. ഗാന്ധിജിയുടെ ആശയങ്ങളായിട്ടുള്ള സാമൂഹിക പുനർനിർമ്മിതിയും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗം തന്നെയാണ്. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യയിലുള്ള ജനങ്ങളെ അവരുടെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അതല്ലെങ്കിൽ അടിമത്വത്തിൽ നിന്ന് ഒക്കെ അവരെ മോചിപ്പിക്കുക. ഇന്ത്യയിലുള്ള ജനങ്ങളുടെ സാംസ്കാരികമായിട്ടുള്ള ഒരു മോചനം കൂടി ഇതിൻ്റെ ഭാഗമായിരുന്നു, ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. വിത്ത് ദ എയിം ഓഫ് ക്രിയേറ്റിംഗ് ആൻ അജിറ്റേറിയൻ സൊസൈറ്റി, ദ ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആൻഡ് അറ്റൈനിങ് ഫ്രീഡം ഓഫ് വർഷിപ്പ് were also made a part of freedom struggle. With the aim of creating an egalitarian society, with the aim of creating egalitarian society, സമത്വപൂർണമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി, the eradication of untouchability, തൊട്ടുകൂടായ്മ ഒഴിവാക്കണം, attaining freedom of worship were also made എ പാർട്ട് ഓഫ് ഫ്രീഡം സ്ട്രഗിൾ. എല്ലാവർക്കും ആരാധിക്കാനുള്ള അവകാശം കിട്ടണം, തൊട്ടുകൂടായ്മകൾ ഒഴിവാക്കണം. അതൊക്കെ ഏതിനു വേണ്ടിയിട്ടാണ്?
സമത്വപൂർണമായ ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ഉൾപ്പെടുത്തിയതായിരുന്നു. ദെൻ the Guruvayur Satyagraha organized in 1931 in Kerala was one of the such initiatives. കേരളത്തിൽ 1931 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹ അത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. ആളുകൾക്കൊക്കെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശം ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു സത്യാഗ്രഹയാണ് ഇത് ഗുരുവായൂർ സത്യാഗ്രഹ 1931. നോക്കാം. ദ ട്രസ്റ്റി ഓഫ് ദ ഗുരുവായൂർ ടെമ്പിൾ then the Zamorin rejected Gandhiji's request to open the temple to all Hindus irrespective of caste. ജാതിഭേദമന്യേ എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടിയിട്ട് ഗുരുവായൂർ ക്ഷേത്രം തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി ഗാന്ധിജി ആവശ്യപ്പെട്ടത് ഇവിടുത്തെ ഗുരുവായൂർ ക്ഷേത്രം ബോർഡും അതുപോലെ തന്നെ അന്നത്തെ ജാമോറിൻ ഭരണകൂടവുമൊക്കെ അതിനെ റിജക്റ്റ് ചെയ്തു, അതിനെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അത് തുറന്നു കൊടുത്തില്ല. In protest, K. Kelapan went on a hunger strike before the temple. അതിന് പ്രതിഷേധമായിട്ട് കെ കേളപ്പൻ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുമ്പിലായിട്ട് നിരാഹാരം കിടന്നു. പി കൃഷ്ണപിള്ള ആൻഡ് എ കെ ഗോപാലൻ ആൾസോ ടുക്ക് അപ്പ് ദ ലീഡർഷിപ്പ് ഓഫ് ദ സത്യാഗ്രഹ. പി കൃഷ്ണപിള്ള ആൻഡ് എ കെ ഗോപാലൻ ആൾസോ ടുക്ക് അപ്പ് ദ ലീഡർഷിപ്പ് ഓഫ് ദ സത്യാഗ്രഹ. പി കൃഷ്ണപിള്ള അതുപോലെ തന്നെ എ കെ ജി അവരൊക്കെയാണ് ഈ സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത്. ദ സത്യാഗ്രഹ ദാറ്റ് ബിഗാൻ വിത്ത് ദ മോറൽ സപ്പോർട്ട് ഓഫ് ഗാന്ധിജി റിസൾട്ടഡ് ഇൻ സെക്യൂറിംഗ് ഫോർ ഓൾ ഹിന്ദുസ് ദ റൈറ്റ് ടു എൻ്റർ ദ ടെമ്പിൾസ്. ഈ സത്യാഗ്രഹത്തിലേക്ക് ഗാന്ധിജിയുടെ സപ്പോർട്ട് കൂടി കിട്ടിയതോട് കൂടിയിട്ട് സത്യാഗ്രഹം വിജയിക്കുകയും എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനുള്ള ഒരു അവകാശം ലഭിക്കുകയും ഉണ്ടായി. അംബേദ്കർ ആൻഡ് പൂനെ പാക്ട്. അംബേദ്കറും പൂനെ പാക്ടും നോക്കാം. നമുക്ക് കേട്ടിട്ടുണ്ടോ ബി ആർ അംബേദ്കറെ കുറിച്ചിട്ട്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആളാണ് ആര്? ബി ആർ അംബേദ്കർ. നോക്കാം നമുക്ക്. Dr. B.R. Ambedkar was prominent among the leaders who set out politically empower the depressed classes in India. ഇന്ത്യയിലെ അധസ്ഥിത വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച വളരെ പ്രഗത്ഭനായ ഒരു നേതാവായിരുന്നു, ലീഡറായിരുന്നു ആര്? ബി ആർ അംബേദ്കർ. ഇന്ത്യയിലെ അധസ്ഥിത വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രഗത്ഭനായ ഒരു ലീഡറായിരുന്നു ബി ആർ അംബേദ്കർ. He recognized that the liberation of the depressed classes can be made possible only through their participation in administration. അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്താ? അധസ്ഥിത വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്താണ്? അവരെ കൂടി ഭരണകാര്യങ്ങളിൽ പങ്കാളിയാക്കുന്നതാണ് എന്ന് അംബേദ്കർ തിരിച്ചറിഞ്ഞു. He participated in roundtable conference and urged the British government to involve the depressed class in administration as remedy to their social backwardness. അദ്ദേഹം ബ്രിട്ടനിൽ വെച്ച് നടന്ന വട്ടമേശ സമ്മേളനത്തിൽ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ബ്രിട്ടീഷുകാർ വിളിച്ചു കൂട്ടിയ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ അദ്ദേഹം പങ്കെടുക്കുകയും താഴ്ന്ന വിഭാഗക്കാരെ അവരെ ഭരണ കാര്യങ്ങളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ശക്തമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്താ റൗണ്ട് ടേബിൾ കോൺഫറൻസ്? ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താണ്? The British government organized a round table conference to discuss issues related to India in 1930. 1930 ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ വിളിച്ചു കൂട്ടിയ ഒരു സമ്മേളനമായിരുന്നു റൗണ്ട് ടേബിൾ കോൺഫറൻസ്. 1930, 31, 32 3 വർഷങ്ങളിലായിട്ട് 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ് പങ്കെടുത്തിട്ടുണ്ട്. ഡോക്ടർ അംബേദ്കർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഓൾ 3 കോൺഫറൻസ്. ഈ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരാളാണ് ആര്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഗാന്ധിജി ടുക്ക് പാർട്ട് ഇൻ സെക്കൻഡ് വൺ. ഗാന്ധിജി രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളത്. ദെൻ വായിച്ചു നോക്കാം. ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് റിസർവ്ഡ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഫോർ ദ ഡിപ്രസ്ഡ് ക്ലാസ്സസ്. അദ്ദേഹം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡിപ്രസ്ഡ് ക്ലാസ്സസിന് അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായ മണ്ഡലങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു.
sensing that the separate electorate would alienate the depressed classes from the mainstream society. അത് അങ്ങനെ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള മണ്ഡലങ്ങൾ അവർക്ക് വേറെ മണ്ഡലങ്ങളാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് വേറെ ഭരണ സംവിധാനമാക്കി രൂപീകരിച്ച് കഴിഞ്ഞാൽ അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അപ്പോഴും വേറിട്ട് നിൽക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് അംബേദ്കർ എത്തുകയുണ്ടായി. ഗാന്ധിജി ഡിസൈഡഡ് ടു പ്രൊട്ടസ്റ്റ് ബൈ ഫാസ്റ്റിംഗ് അണ്ടിൽ ഡെത്ത്. ആ ഒരു തീരുമാനത്തിനെതിരെ ഗാന്ധിജി മരണം വരെ നിരാഹാരം കിടക്കാൻ തീരുമാനിച്ചു. ടു റിസോൾവ് ദ ഇഷ്യൂ, ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഓഫ് ദ പൊളിറ്റിക്കൽ റൈറ്റ് ഓഫ് ഡിപ്രസ്ഡ് ക്ലാസ്സസ്, അധസ്ഥിത വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരുടെ രാഷ്ട്രീയ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ആ രാഷ്ട്രീയ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഗാന്ധിജി ആൻഡ് അംബേദ്കർ മെറ്റ്. ഗാന്ധിജിയും അംബേദ്കറും കൂടിച്ചേരുകയും ആൻഡ് റീച്ച്ഡ് ഇൻ കോൺസെൻസസ് to give up the separate electorate and to increase the number of reserved electorates for the depressed classes in legislature. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഗാന്ധിജിയും അംബേദ്കറും കൂടി ആലോചിക്കുകയും എന്നിട്ട് വേറെ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്നുള്ളത് അത് ഒഴിവാക്കിയിട്ട് നിലവിലുള്ള ലെജിസ്ലേറ്റീവിൽ അവർക്ക് പ്രത്യേക സംവരണം കൊടുക്കുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് ഗാന്ധിജിയും അതേപോലെ തന്നെ അംബേദ്കറും കൂടി എത്തുകയുണ്ടായി. ഈ അഗ്രിമെൻ്റാണ് ഇൻ 32 ഈസ് നോൺ ആസ് ദ പൂനെ പാക്ട്. ഇങ്ങനെ ഗാന്ധിജിയും അംബേദ്കറും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഈ അഗ്രിമെൻ്റാണ് 1932 ഉണ്ടാക്കിയിട്ടുള്ള ഈ അഗ്രിമെൻ്റാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പൂനെ പാക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ പൂനെ പാക്ട് എന്നാണ് വന്നിട്ടുള്ളത് 1932. എന്താണ് പൂനെ പാക്ട്? താഴ്ന്ന ജാതിക്കാർക്ക് പ്രത്യേക മണ്ഡലം എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നിലവിലുള്ള മെയിൻ സ്ട്രീമിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അവർക്ക് പ്രത്യേക റിസർവേഷൻ കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്ത് പൂനെ പാക്ട്. ഗാന്ധിജിയും അതുപോലെ തന്നെ അംബേദ്കറും ആണ് പൂനെ പാക്റ്റിൽ അഗ്രി ചെയ്തിട്ടുള്ളത്. ഓക്കെ.